നമ്മളിങ്ങനെ യൂറോപ്യൻ ട്രിപ്സൊക്കെ പോകുമ്പം കുറച്ചും കൂടെ ചീപ്പായിട്ട് അല്ലെങ്കിൽ അഫോർഡബിൾ ആയിട്ട് നമുക്ക് റൂം ബുക്ക് ചെയ്യുന്നതിനെ പറ്റിയുള്ള ട്രിക്കാണ് ഞാൻ പറഞ്ഞിരുന്നത്. നമ്മൾ കൂടുതൽ പേരും എങ്ങനെയാണ് ഹോട്ടൽസാണ് നമ്മൾ നോക്കുക. എപ്പോഴും താമസിക്കാനായിട്ട് നമ്മൾ ഹോട്ടൽസ് നിയർ ബൈ ഹോട്ടൽസ് ചെയ്താൽ നോക്കും, അങ്ങനെ ബുക്ക് ചെയ്യും. പക്ഷേ ആരെങ്കിലും എയർബിഎൻബി നോക്കിയിട്ടുണ്ടോ? ഓക്കെ, എയർബിഎൻബി നോക്കുന്നവരുണ്ടാകാം, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എയർബിഎൻബിയുടെ ആപ്പുണ്ട്, നമ്മൾ പോകേണ്ട സ്ഥലം സെർച്ച് ചെയ്തിട്ട് ഇതേപോലെ നോക്കുമ്പോൾ നമുക്ക് അഫോർഡബിളായിട്ട് നമ്മുടെ ആ ലൊക്കേഷന് ചുറ്റുമുള്ള എയർബിഎൻബി സർവീസുകൾ കാണും. അപ്പോൾ എയർബിഎൻബി എന്ന് പറയുമ്പോൾ നമുക്കിത് സ്ക്രീനിൽ കാണുന്ന പോലെ നമുക്കൊരു നല്ല ബെഡ്റൂം ഉണ്ടാവും, ഒരു ലിവിങ് സ്പേസ് ഉണ്ടാവും, ബാത്റൂം ഉണ്ടാവും, ഒരു ബാൽക്കണി പോലെ ഉണ്ടാവും. അങ്ങനെ എല്ലാം, ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും, ഒരു വീട്, ഒരു ഹോംലി ഫീലായിരിക്കും. അപ്പോൾ നമ്മൾ പറയും, അയ്യോ ഇത്രയും റേറ്റ് ആവത്തില്ലേ, ഒരു വീട് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുമ്പോൾ റേറ്റ് ആവത്തില്ലേ? ഇല്ല, നോർമലി ഇത് ഞാൻ 2 ദിവസത്തേക്ക് കൊടുത്തതാണ് കേട്ടോ. 19,000 പാരീസിലെ സ്റ്റേയുടെ ആണ്. 2 ദിവസത്തേക്ക് 19,646 ആവും. നിങ്ങളല്ലാതെ ഹോട്ടൽസ് നോക്കുക. 2 ദിവസത്തേക്ക് ഉറപ്പായിട്ടും ഹോട്ടൽസ് എല്ലാം 20,000 25,000 ഒക്കെ ആവും. എയർബിഎൻബിയിൽ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോമൻറ്റ് സെക്ഷനാണ്. നമ്മളൊരു എയർബിഎൻബി ചൂസ് ചെയ്യുമ്പം അവർക്ക് എത്ര റേറ്റിംഗ്സ് ഉണ്ട്, അവർക്ക് എത്ര കമൻറ്റ്സ് ഉണ്ട്, എത്ര കമൻറ്റ്സ് എല്ലാം വായിച്ച് നോക്കുക. അപ്പം നമുക്കറിയാൻ പറ്റും അവരുടെ സർവീസിനെ പറ്റി. അതുപോലെ തന്നെ നമുക്ക് ലോകത്ത് എവിടെ ഉണ്ടോ, ഇപ്പോൾ ലണ്ടനിൽ ഇതാ നോക്കുമ്പം ഇതുപോലെ നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ സെർച്ച് ചെയ്ത് നമ്മൾ എത്ര പേര് പോകുന്നുണ്ടോ നോക്കുമ്പം നമുക്ക് അതുപോലെ അഫോർഡബിൾ ആയിട്ടുള്ള എയർബിഎൻബീസ് കിട്ടും. ഓക്കെ, ബൈ ബൈ.